ഹായ്, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു ഈസി ട്രേഡ്സ്. ഇന്ന് ഞങ്ങളെടുത്ത എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസെക്സിലാണ് എൻട്രി എടുത്തിരുന്നത്. ഇത് ഞാൻ പേഴ്സണലി എടുത്ത എൻട്രിയാണ്. ബിഫോർ തന്നെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഓൾറെഡി എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നു. മൊത്തം 4 കോഴ്സാണ് കമ്മ്യൂണിറ്റി കൊടുത്തായിരുന്നു. രാവിലെ തന്നെ ഒരു സെൻസെക്സിൻ്റെ പിയിലേക്ക് ഒരു എൻട്രി കൊടുത്തു. പക്ഷേ അത് ആക്റ്റീവ് ആയിട്ടില്ലായിരുന്നു. ട്രെൻഡ് ചേഞ്ചിങ് ആയിട്ട് നേരെ സിയിലേക്ക് നിഫ്റ്റിയുടെയും സെൻസെക്സിൻ്റെയും സിയിലേക്ക് എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിഫ്റ്റിയുടെ 2 ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയും ചെയ്തു. സെൻസെക്സിൻ്റെ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് ഞങ്ങൾ എക്സിറ്റ് ചെയ്തായിരുന്നു സ്പോട്ടിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ക്ലാസ്സസ് എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അടുത്ത കോഴ്സ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നു. പി സൈഡിലേക്ക് ഓപ്പർച്യൂണിറ്റി വന്നു. അവിടെ ഞാൻ നിഫ്റ്റിയും മുമ്പിട്ട സെൻസെക്സും എൻട്രി എടുക്കാൻ പറഞ്ഞിരുന്നു. അതെല്ലാം കൂടി അത്യാവശ്യം ഞങ്ങൾ 4 കോഴ്സും കൂടെ 210 പോയിൻ്റ് ഗ്രാബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത എൻട്രിയാണ് ഈ സെൻസെക്സിൻ്റെ 74,600 പി എൻട്രി എടുത്തത്. ഞാൻ 1102 ഞാൻ എൻട്രി എടുക്കുന്നത് നിലവിൽ. പക്ഷേ എൻ്റെ ടാർഗറ്റ് എന്ന് വെച്ചാൽ 1200 പക്ഷേ 1200 വരെ പോകാൻ ചാൻസ് ഇല്ല. ഒരു 1190 എത്തുമ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യും. ഒരു 50,000 എമൗണ്ട് ക്രോസ് ചെയ്യുമ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യും എന്നാണ് എൻ്റെ ഒരു പ്ലാന്. ഞാൻ ടാർഗറ്റ് 1200 സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ 1100 വരെ പോകാൻ ചാൻസ് ഇല്ല. അതൊരു 180-90 റേഞ്ചിൽ മാത്രമേ പോകാൻ ചാൻസ് ഉള്ളൂ. നമുക്ക് നോക്കാം ഏതുവരെ പോകുന്നുള്ള കാര്യം. ഇതിലിപ്പോൾ ഓൾറെഡി മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് മാർക്കറ്റ്. 1135 ആയിട്ടുണ്ട് നിലവിൽ. 24,000 പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഏകദേശം 3% റിട്ടേൺസ് ആയിട്ടുണ്ട്. ഇതിൻ്റെ എൻട്രി ഞാൻ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അവിടെയുള്ള ഡിസ്കൗണ്ട് ഏരിയയിലൂടെ ഒരു പിവട്ടുണ്ട്. അത് പ്രോപ്പർ ഡിസ്കൗണ്ട് ആയിരുന്നു. ഡിസ്കൗണ്ടിൽ നിന്ന് ഓൾറെഡി ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഒരു സെയിലേക്കൊരു മൂവ്മെൻറ്റ് നടന്നിട്ട് അവിടെ നിന്നൊരു ക്യാൻഡിൽ കൺഫർമേഷനാണ് പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് വീണ്ടും പിയിലേക്ക് പോകുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ് ഞാൻ അവിടെ വീണ്ടും ഞാൻ പിയിലേക്ക് എൻട്രി എടുക്കുന്നത്. അപ്പോൾ പിയിലേക്ക് എൻട്രി എടുത്തു. ആ പിവട്ട് ക്രോസ് ചെയ്ത് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വന്നു. എക്സ്പെക്റ്റ് ചെയ്ത കണക്കിന് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കുറച്ചും കൂടെ മൂവായിട്ട് എൻ്റെ ഒരു ടാർഗറ്റ് 1200, 1180, 1190 ഇത് ഈ 3 ടാർഗറ്റിനകത്ത് ഞാൻ എക്സിറ്റ് ചെയ്യും. അത് ഡിപ്പെൻഡ് ഓൺ സിറ്റുവേഷനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. നമ്മളൊരു ട്രേഡിനെ സംബന്ധിച്ചോളം നമുക്ക് മുൻകൂട്ടി ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. ഡിപ്പെൻഡ്സ് മാർക്കറ്റ് സിറ്റുവേഷനിൽ ബുക്ക് ചെയ്യേണ്ട സ്ഥലത്ത് ബുക്ക് ചെയ്ത് തന്നെ ചെയ്യണം. എനിക്ക് ബുക്കിംഗ് ടൈം ആയിട്ടുണ്ട് നിലവിൽ. ഓൾമോസ്റ്റ് 7% എനിക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ബുക്കിംഗ് ടൈമായി 1170, 1180 വരെ പോയി ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. ഞാൻ തന്നെ ബുക്ക് ചെയ്യും. 1181, 1190 ഞാൻ ബുക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ ബുക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുവാണ്. 81 കഴിഞ്ഞ ഉടനെ ഞാനത് ബുക്ക് ചെയ്യാം. 50,000 എമൗണ്ട് കഴിഞ്ഞാൽ ഞാൻ ബുക്ക് ചെയ്യണം എന്നാണ് എൻ്റെ പ്ലാന്. 1190 അതാണ് എൻ്റെ എക്സിറ്റ് പ്ലാന്. ആ റേഞ്ച് അപ്പം ഞാൻ എക്സിറ്റ് ചെയ്യും. ഓക്കെ, ടാർഗറ്റിലോട്ട് അടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. 1170 ഇങ്ങനെ ഓഫ് ചെയ്ത് നിൽക്കുവാണ്. 1180 പോയിട്ട് റിട്ടേൺ വന്നതാണ് നിലവിൽ. ഓക്കെ 1175, 76, ഓക്കെ 82 ആയിട്ടുണ്ട്. ഓക്കെ 90 എക്സിറ്റ് ചെയ്യാം. ഓക്കെ 90 എത്തിയിട്ടുണ്ട്. എക്സിറ്റ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.